അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 6ലേക്ക് കടക്കാം. അവിടെ ക്വസ്റ്റ്യൻ നമ്പർ 6 നമ്മളെ പെർമുട്ടേഷൻ എന്ന ചാപ്റ്ററിൽ ചോദിച്ച വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും പറഞ്ഞാൽ ഇത് പല ആൾക്കാരും NCR അതൊക്കെ ഉപയോഗിച്ച് ചെയ്യും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. വളരെ ബേസിക് ആയിട്ട് നിങ്ങൾ ഇനിയിപ്പോൾ +2 പെർമുട്ടേഷൻ പഠിച്ചില്ലെങ്കിൽ +1 പെർമുട്ടേഷൻ പഠിച്ചില്ലെങ്കിൽ പോലും ക്വസ്റ്റ്യൻ കണ്ടാൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് ആക്ച്വലി പെർമുട്ടേഷൻ മാത്രമല്ല പ്രോബബിലിറ്റി ആണ് അല്ലേ. അപ്പോൾ പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററും പെർമുട്ടേഷൻ എന്ന ചാപ്റ്ററും മിക്സ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താ പറഞ്ഞത്? S is the set of all words that can be formed by arranging all the letters of the word garden. അല്ലെ, അവിടെ ഗാർഡൻ എന്നൊരു വേർഡ് ഉണ്ട്. ആ ഗാർഡൻ എന്ന വേർഡിൽ എല്ലാ ലെറ്റേഴ്സും അറേഞ്ച് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്ന വേർഡ്സിന്റെ എണ്ണമാണെന്ത്, വേർഡ്സുകളാണെന്ത് നമ്മുടെ S എന്ന സെറ്റിലുള്ളത് അല്ലെ. അപ്പൊ അങ്ങനെ S എന്ന സെറ്റിൽ എത്ര ആൾക്കാരുണ്ടോ? മക്കളെ, S എന്ന സെറ്റ് എന്താണ്? ഗാർഡൻ എന്നുള്ള ഒരു വേർഡ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഗാർഡൻ എന്ന വേർഡ് ഉണ്ടല്ലോ, ആ ഗാർഡൻ എന്ന വേർഡിലെ ലെറ്റേഴ്സ് എന്ത് ചെയ്യാണ്? അറേഞ്ച് ചെയ്യാൻ അല്ലെ. ആ ലെറ്റേഴ്സ് അറേഞ്ച് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്ന വേർഡ്സിന്റെ എണ്ണമാണ് അല്ലെ. എത്ര വേർഡ്സ് ഉണ്ടാക്കുക S? അപ്പൊ Sൽ എത്ര എലമെന്റ് ഉണ്ടാവും? 3 3 6 അല്ലേ. അപ്പൊ 6 ഫാക്ടോറിയൽ അല്ലേ. ആരും അവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ 6 ഫാക്ടോറിയൽ അല്ല. ഓക്കെ, ശരിക്കും ഈ ക്വസ്റ്റ്യൻ ഇതിന്റെ ആവശ്യമില്ലല്ലോ, ജസ്റ്റ് ഐഡിയ പറഞ്ഞോളൂ. അപ്പൊ Sന്റെ ഉള്ളിൽ ആരാ ഉണ്ടാവുക? Sന്റെ ഉള്ളിൽ കുറേ വേർഡ്സ് ഉണ്ടാവും അല്ലെ. എത്ര വേർഡ്സ് ഉണ്ടാവും? 6 ഫാക്ടോറിയൽ വേർഡ്സ് ഉണ്ടാവും അല്ലെ. അതെങ്ങനെയാ? ഗാർഡനിലെ ഓരോ ലെറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉണ്ടാക്കുന്ന വേർഡ്സ്, അതാണ് എന്തുണ്ടാവുക? S എന്ന സെറ്റിൽ ഉണ്ടാവുക. ഓക്കെ, അത് ഓക്കെ. ഇനി എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചത്? ഫ്രം ദ സെറ്റ് S, one word is selected at random. ഏതോ ഒരാളെ ഈ S എന്ന സെറ്റിൽ കുറേ വേർഡ്സ് ഉണ്ടാവൂലേ അല്ലെ. ആ വേർഡ്സിന് ഒരു വേർഡ് ഞാൻ എടുത്തു. ഓക്കെ, അങ്ങനെയെങ്കിൽ ദ പ്രോബബിലിറ്റി ദാറ്റ് സെലക്ടഡ് വേർഡ് വിൽ നോട്ട് ഹാവ് വവൽസ് ഇൻ ആൽഫബറ്റിക് ഓർഡർ. ഞാൻ അടുത്ത ഒരു എലമെന്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു വേർഡ് ഉണ്ടല്ലോ, ആ വേർഡിൽ എന്തുണ്ടാകാൻ പാടില്ല? വവൽസ് ആൽഫബറ്റിക് ഓർഡറിൽ ഉണ്ടാകാൻ പാടില്ല. അവിടെ മക്കളെ, ഇവിടെ വവൽസ് ആരാ? ഇത് ശരിക്കേ വവൽസ് ഇവിടെ ആരേ ഉള്ളൂ? എയും ഇയും മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ വവൽസ് ആൽഫബറ്റിക് ഓർഡറിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇന്റെ ആൽഫബറ്റിക് ഓർഡർ A, E ഇങ്ങനെയല്ലേ. അപ്പൊ A, E എന്ന് ഉണ്ടാകാൻ പാടില്ല. അപ്പൊ എന്ത് ഉണ്ടാവണം? E, A എന്ന രൂപത്തിൽ ഉണ്ടാകാൻ പറ്റുക അല്ലെ. E, A ഇയും ഇയും ഒരുമിച്ചാണെന്നില്ല കേട്ടോ. ഇപ്പൊ ഇങ്ങനെ ആവാട്ടോ, ശ്രദ്ധിക്കണേ. ഇങ്ങനെ ആവാ, GERDAN. ഇത് നമ്മളെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഉണ്ട് അല്ലെ. എന്തുകൊണ്ടാ? എടാ, ഇവിടെ ഇയും എയും ആൽഫബറ്റിക് ഓർഡറിലല്ല അല്ലെ. അപ്പൊ ക്വസ്റ്റ്യൻ പറഞ്ഞു ഇത്രയുള്ളൂ, സിമ്പിൾ ആയി മനസ്സിലാക്കുക. S എന്നൊരു സെറ്റ് ഉണ്ട് അല്ലെ. ആ S എന്ന സെറ്റിൽ എന്താ ഉള്ളത്? ഗാർഡൻ എന്ന ആ ഒരു വേർഡിലെ ലെറ്റേഴ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന വേർഡ്സുകളാ എന്തുള്ളത്? S എന്ന സെറ്റിലുള്ളത് അല്ലെ. അപ്പൊ നമുക്കറിയാം ഗാർഡൻ എന്ന വേർഡിലെ ലെറ്റേഴ്സ് ഉപയോഗിച്ച് 6 ഫാക്ടോറിയൽ വേർഡ്സ് ഉണ്ടാക്കാം അല്ലെ. അപ്പൊ 6 ഫാക്ടോറിയൽ വേർഡ്സ് ആണ് ഈ S എന്ന സെറ്റിലിന്റെ ഉള്ളിലുള്ളത് അല്ലെ. ഇനി ഞാൻ എന്ത് ചെയ്തു? അതിൽ നിന്ന് ഒരു വേർഡ് എടുത്തു. ആ വേർഡിൽ എന്താകാൻ പാടില്ല? വവൽസ് ആൽഫബറ്റിക് ഓർഡറിൽ ആവാൻ പാടില്ല അല്ലെ. നമ്മുടെ ഭാഗ്യത്തിന് അവിടെ 2 വവലേ ഉള്ളൂ. ആരൊക്കെയാ? എയും ഇയും അല്ലെ. അപ്പൊ എയും ഇയും ആൽഫബറ്റിക് ഓർഡറിൽ ആവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ഓർഡറിലാവണം? ഇയും എ ആവണം അല്ലെ. പിന്നെ ആ ഇയും എയും ഒരുമിച്ചാവണമെന്നില്ല. ഓക്കെ, അങ്ങനെ ഇതിന്റെ പ്രോബിലിറ്റി എന്തായിരിക്കും? സിംപിളി 1/2 ആയിരിക്കും. എന്തുകൊണ്ടാണ് 1/2 ആയത്? എടാ മക്കളെ, ഇവിടെ ശരിക്കും 2 ഓപ്ഷനേ ഉള്ളൂ അല്ലെ. ഏതൊരു വേർഡ് എടുത്താലും ഒന്നെങ്കിൽ എന്താണ് അത് AE ആയിരിക്കും, അല്ലെങ്കിലോ അത് EA ആയിരിക്കും. 2 ഓപ്ഷനേ ഉള്ളൂ. ആ 2 ഓപ്ഷനിൽ AE എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞ പോലെ AE ഒരുമിച്ചാണെന്നില്ല കേട്ടോ. ആ A ആദ്യം ഈ അവസാനമാവാം, A ആദ്യം ഈ രണ്ടാമതാവാം, A ആദ്യം ഈ മൂന്നാമതാവാം, അല്ലെ A രണ്ടാമതാവാം, ഈ നാലാമതാവാം, എന്താവാം. ഓക്കെ, എനിവേ എന്തായാലും ഏതൊരു വേർഡ് എടുത്താലും ഒന്നെങ്കിൽ എന്താവാം? AE ആൽഫബറ്റിക് ഓർഡറിലാവാം, അല്ലെങ്കിലോ അത് ആൽഫബറ്റിക് ഓർഡർ അല്ലാതിരിക്കാം. അപ്പൊ 2 ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ എന്താ? 2 ഓപ്ഷനിൽ ഒന്നാണെന്ത്? ആൽഫബറ്റിക് ഓർഡർ അല്ലാത്ത കേസ്. 1/2 ആൻസർ അല്ലേ. വേറെ ഇത് പറഞ്ഞാലേ, ഇതിൽ ശരിക്ക് വേർഡ്സ് ഉണ്ടാക്കിയാലേ AEയിൽ സപ്പോസ് ടോട്ടൽ 100 വേർഡ്സ് ഉണ്ടെന്ന് വിചാരിക്കും. വെറുതെ ഇതാണ് എക്സാമ്പിൾ. ആ 100 വേർഡ്സിൽ 50 എണ്ണം AE എന്ന ഓർഡറിലും 50 എണ്ണം EA എന്ന ഓർഡറിലല്ലേ വരിക അല്ലെ. അങ്ങനെയെങ്കിൽ EA എന്ന ഓർഡറിലാവുന്ന പ്രോബിലിറ്റി എന്താ? 50/100 അല്ലേ, 1/2 അല്ലേ അല്ലെ. ഇത്രയുള്ള ആൻസർ. ജസ്റ്റ് അങ്ങനെയെങ്കിൽ ഈ എക്സാമ്പിൾ തന്നെ ഇവിടെ എത്രയാണ്? ടോട്ടൽ 6 ഫാക്ടോറിയൽ വേർഡ്സ് അല്ലേ അല്ലെ. ആ 6 ഫാക്ടോറിയൽ അല്ലേ, 6 ഫാക്ടോറിയൽ 6 ഫാക്ടോറിയൽ ബൈ 2. അതിന്റെ പകുതി ആൾക്കാർ ഏത് ഓർഡറിലാ? AE ഓർഡറിലാ അല്ലെ. അതിന്റെ പകുതി, മറ്റേ പകുതി എന്താ? EA ഓർഡറിലാ അല്ലെ. എടാ, ഏതൊരു വേർഡ് എടുത്താലും ഒന്നെങ്കിൽ അത് AE ആയിരിക്കും, അല്ലെങ്കിൽ EA ആയിരിക്കും. 2 അല്ലേ ഉള്ളൂ, 2 സെയിം നമ്പറിലെ വരിക. സോ പകുതി AEയും പകുതി എന്താ? EA ആണ് അല്ലെ. അപ്പൊ EA ആണ് പ്രോബിലിറ്റി
6/12/2 ടോട്ടൽ എന്താ 6/12 1/2 വരാം. ഇങ്ങനെയൊക്കെ പറയാം. എനിവേ ആൻസർ എന്താണ് 1/2 ആണ്. വളരെ ഈസിയാണ്. വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലേക്ക് എത്താൻ പറ്റും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.